എടി എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആഗ്രഹത്തിന് വേണ്ടി ട്രൈ ചെയ്യണമെന്ന് ഞാൻ മെനക്കെട്ടില്ല. ആഗ്രഹം ഞാൻ പോലും പതിയെ മറന്നുപോയി. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ദൈവമാണോ പ്രപഞ്ചമാണോ എന്നറിയത്തില്ല. ആഗ്രഹം എന്തായാലും സബലീകരിച്ച് തന്നിരിക്കുകയാണ്. ഒരുപക്ഷേ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്കും തോന്നിയിരിക്കാം ഞങ്ങളുടെ ലൈഫിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. വർഷം 2020 ആ കൊറോണ കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഈ വായിച്ച കഥകളൊക്കെ ഒന്ന് പ്രസന്റ് ചെയ്യണം എന്നുള്ളത്. എനിക്ക് പണ്ട് മുതലേ ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യാനുള്ള ഒരു കാലിബർ എനിക്കുണ്ടോ എന്ന് എനിക്ക് എന്നോട് തന്നെ ഒരു സംശയം തോന്നിയതുകൊണ്ട് ആഗ്രഹത്തിന് വേണ്ടി ഞാൻ ട്രൈ ചെയ്യാൻ പോയില്ല. ആഗ്രഹം ഞാൻ വ്യക്തമായിട്ട് കുഴിച്ചുകൂടി അതിൻ്റെ പുറത്ത് എന്തൊക്കെയോ വെച്ച് ഞാനൊക്കെ നശിപ്പിച്ചു എന്ന് പറയാം. പക്ഷേ കൃത്യം 5 വർഷങ്ങൾക്ക് ഇപ്പുറം വേറെ ഏതൊക്കെയോ വഴി കൂടെ സഞ്ചരിച്ച് ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനലിലെ ഉടമസ്ഥനായി മാറിയിരിക്കുകയാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇപ്പോഴും ഇങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തെ കഥകൾ ഇങ്ങനെ കഥകളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കഥകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഉണ്ടെന്നറിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല, നിങ്ങൾക്കും ഇതുപോലെ മറന്നുപോയ ഏതെങ്കിലും അതിയായ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പണ്ട് പൗലോ കോയിലോ പറഞ്ഞ പോലെ അത് നടത്തി തരാൻ ഈ പ്രപഞ്ചം മൊത്തം കൂടെ നിൽക്കുന്നു. ഈ കഥ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ബൈ.